നമ്മളൊക്കെ എപ്പോഴും വിജയത്തിന്റെ പിന്നാലെ ഓടുന്നവരല്ലേ? പക്ഷേ ആ ഓട്ടം നമ്മളെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ടോ? മഹത്വം എന്ന് നമ്മൾ മനസ്സിൽ കാണുന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സത്യം പറഞ്ഞാൽ ഈ ചോദ്യം ഇടയ്ക്കെങ്കിലും നിങ്ങൾ സ്വയം ചോദിക്കാറില്ലേ? എപ്പോഴും മുന്നോട്ട് കുതിക്കാനുള്ള ഈ നെട്ടോട്ടം ഇത് നമ്മളെ ശരിക്കും തളർത്തുകയല്ലേ ചെയ്യുന്നത്? നമുക്ക് രോഹന്റെ കാര്യമൊന്ന് നോക്കാം. പണവും പദവിയുമൊക്കെ ലക്ഷ്യമാക്കി ആള് നേട്ടങ്ങളുടെ ഗോവണി ഇങ്ങനെ കയറിപ്പോകുകയാണ്. പക്ഷേ മുകളിലേക്ക് പോകുന്തോറും അവൻ കൂടുതൽ തളരുകയാണ്. ഒരുപക്ഷേ ഈ റോഹൻ നമ്മൾ ഓരോരുത്തരുടെയും ഒരു പ്രതിരൂപം തന്നെയല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്താ? ഈ ഓട്ടത്തിനൊടുവിൽ വലിയ സന്തോഷം കാത്തിരിക്കുന്നുവെന്നല്ലേ? പക്ഷേ യാഥാർത്ഥ്യമെന്താ? കടുത്ത മാനസിക പിരിമുറുക്കം, ക്ഷീണം, ഇതൊക്കെ മാത്രം. പ്രതീക്ഷിക്കുന്നതും കിട്ടുന്നതും തമ്മിൽ എന്തൊരു വ്യത്യാസമാണല്ലേ? ഇത് ശരിക്കും ആ കസ്തൂരിമാനിന്റെ കഥ പോലെയാണ്. അതിമനോഹരമായൊരു സുഗന്ധം എവിടെ നിന്നോ വരുന്നു. ആ ഗന്ധം തേടി പാവം മാൻ കാട് മുഴുവൻ അലയുകയാണ്. പക്ഷേ ആ സുഗന്ധം വരുന്നത് സ്വന്തം ഉള്ളിൽ നിന്നാണെന്ന പാവം അറിയുന്നില്ല. അതുപോലെയാണ് നമ്മളും. സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളത് പുറം ലോകത്ത് തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോ എന്തുകൊണ്ടാണ് നമുക്കീ അസ്വസ്ഥത? ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിചിത്രമായി തോന്നാം, പക്ഷേ നമ്മൾ നടത്തുന്ന ഈ പോരാട്ടം തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. അതെ, പ്രശ്നം ഇത്രയുള്ളൂ. നമ്മൾ സന്തോഷം നേടാൻ വേണ്ടി ശ്രമിക്കുന്തോറും അത് നമ്മളിൽ നിന്ന് കൂടുതൽ അകന്നുപോകും. നമ്മൾ ഒന്നിനെ എത്രത്തോളം പിന്തുടരുന്നോ അത്രത്തോളം അത് നമ്മളിൽ നിന്ന് ഓടി അകന്നുകൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മളൊരു വലിയ സത്യം മനസ്സിലാക്കേണ്ടത്. സന്തോഷവും സമാധാനവും ഒന്നും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ എല്ലാം ഏറ്റവും സ്വാഭാവികമായ ഡിഫോൾട്ടായിട്ടുള്ളൊരവസ്ഥയാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെന്താണ് പ്രശ്നം, അല്ലേ? യഥാർത്ഥ വില്ലന്മാർ നമ്മുടെ ചിന്തകളാണ്. സ്വാർത്ഥത, എല്ലാം എനിക്ക് വേണമെന്നുള്ള ആർത്തി, ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ആ സന്തോഷമാകുന്ന സൂര്യനെ മറച്ചുപിടിക്കുന്ന കറുത്ത മേഘങ്ങൾ പോലെയാണ്. ഈ ആശയം എത്ര ലളിതവും മനോഹരവുമാണല്ലേ? അതായത് നമ്മൾ കഷ്ടപ്പെട്ട് സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിനെ മറയ്ക്കുന്ന ആ സ്വാർത്ഥ ചിന്തകളാകുന്ന മേഘങ്ങളെ അങ്ങ് നീക്കം ചെയ്താൽ മാത്രം മതി. സൂര്യൻ എപ്പോഴും അവിടെയുണ്ട്, പ്രകാശിക്കാൻ തയ്യാറായിട്ട്. അങ്ങനെയെങ്കിൽ എന്താണ് ശരിക്കുമുള്ള മഹത്വം? നമുക്ക് ഈ വിജയത്തെയും മഹത്വത്തെയുമൊക്കെ പുതിയൊരു രീതിയിലൊന്ന് നിർവചിച്ചു നോക്കിയാലോ? കൂടുതൽ അർത്ഥവത്തായൊരു രീതിയിൽ. സാധാരണയായി നമ്മളൊരാളുടെ മഹത്വം അളക്കുന്നത് എങ്ങനെയാ? ഉയർന്ന സ്ഥാനം, കുറേ സമ്പത്ത്, ഇതൊക്കെ നോക്കിയിട്ടല്ലേ? എന്നാൽ യഥാർത്ഥ അളവുകോൽ അതല്ല. മറിച്ച് ഉയർന്ന ലക്ഷ്യങ്ങളും അതിനുവേണ്ടിയുള്ള സമർപ്പണവുമാണ്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്നതിലല്ല, നിങ്ങൾ എന്തിനുവേണ്ടി ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പോ ആരാണ് യഥാർത്ഥ സമ്പന്നൻ? ഒരുപാട് പണം കൂട്ടിവെച്ച് അതിനെ കാവലിരിക്കുന്നയാളാണോ? ഒരിക്കലുമല്ല. യഥാർത്ഥ സമ്പത്തെന്നത് കൊടുക്കുന്നതിലാണ്. നമ്മുടെ കയ്യിലുള്ളത് ലോക നന്മയ്ക്കായി സമർപ്പിക്കുമ്പോഴാണ് ഒരാൾ ശരിക്കും സമ്പന്നനാകുന്നത്. ഈ ആശയങ്ങളൊക്കെ പുതിയതായി തോന്നുന്നുണ്ടോ? സത്യത്തിൽ ഇതൊക്കെ കാലാകാലങ്ങളായി ഋഷിവര്യന്മാർ പറഞ്ഞുതരുന്ന ചില ശാശ്വത സത്യങ്ങളാണ്. നമുക്കാ ജ്ഞാനത്തിലേക്ക് ഒന്ന് ചെവികൊടുക്കാം. ഈ ആശയം ഒരു മഹർഷിയുടെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ പറയുന്നു, ശേഖരിക്കുന്നവൻ ചെറിയവനും ദാനം ചെയ്യുന്നവൻ വലിയവനുമാകുന്നു. കണ്ടോ, എത്ര ലളിതമായാണ് പറഞ്ഞിരിക്കുന്നത്. ഉയർന്ന സ്ഥാനമല്ല, ഉയർന്ന ലക്ഷ്യമാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഈ നേടുന്ന അറിവിൻ്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? വെറുതെ തലച്ചോറിൽ കുറേ കാര്യങ്ങൾ നിറയ്ക്കുന്നതാണോ? അല്ലേയല്ല. ആ അറിവ് കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് തലച്ചോറിനൊരു ഭാരം മാത്രമാണ്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. ഈ പറയുന്ന സമാധാനവും സന്തോഷവും എളുപ്പത്തിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? ഇതിനുള്ള വഴി വളരെ ലളിതമാണ്. ഒന്നാമത്തെ കാര്യം, സന്തോഷിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് ശ്രമിക്കുന്നത് അങ്ങോട്ട് നിർത്തുക. രണ്ടാമതായി, ആ സ്വാർത്ഥ ചിന്തകളുടെ മേഘങ്ങളില്ലേ, അതിനെ അലിയിച്ച് കളയുക. പിന്നെ മറ്റുള്ളവരുടെ വേദന കുറയ്ക്കാൻ ശ്രമിക്കുക. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാളുടെ വിഷമം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ദുഃഖങ്ങൾ നമ്മളറിയാതെ ഇല്ലാതാകും. സേവനം തുടങ്ങുന്ന നിമിഷം സമാധാനം നമ്മളെ തേടിവരും. ഇതൊരു മനോഹരമായ സങ്കല്പമാണ്. വസന്തകാലം ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ പൂക്കൾ നൽകുന്നതുപോലെ നമ്മുടെ നന്മകളും സേവനങ്ങളും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് നൽകുക. അപ്പോൾ ഈ അവസാനത്തെ ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ അളവുകോൽ എന്താണെന്ന് ഇപ്പോൾ നമുക്കൊരു ധാരണയുണ്ട്. ഇനി നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്? എല്ലാം ശേഖരിച്ചു വെച്ച് ചെറുതാകാനാണോ, അതോ ഉള്ളത് സമർപ്പിച്ച് മഹാനാകാനാണോ?